ഹായ് ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. മക്കളെ, പുറകിൽ നിൽക്കുന്ന നമ്മളെ മുന്നിൽ നിർത്താൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവ്. തറയോളം താഴ്ന്ന നമ്മുടെ അവസ്ഥയെ വാനോളം ഉയർത്തിപ്പിടിക്കാൻ മുൻകൈ എടുക്കുന്നത് പരിശുദ്ധാത്മാവ്. വൈകല്യമുള്ള വികൃതമായ ചിന്തകളെ കഴുകി വെടുപ്പാക്കാൻ സഹായിക്കും പരിശുദ്ധാത്മാവ്. വ്യക്തതയില്ലാത്ത ജീവിതത്തിന് വ്യക്തത കൊണ്ടുവരും പരിശുദ്ധാത്മാവ്. എടുക്കുന്ന തീരുമാനങ്ങളും വയ്ക്കുന്ന ചുവടുകളും ഒന്നും പിഴയ്ക്കാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവ്. നമ്മുടെ യാത്രകളെ അനുഗ്രഹിച്ച് വിജയം കണ്ടെത്താൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെ സഹായിക്കാൻ തയ്യാറുള്ള ഒരു ആത്മാവ് കൂടെയുള്ളപ്പോൾ, ദൈവാത്മാവ് കൂടെയുള്ളപ്പോൾ വേണ്ടെന്ന് വെക്കണോ? ഉദാഹരണത്തിന്, ആത്മാവ് ചലിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാം. ലോകത്തിൻ്റെ അരൂപി നിറഞ്ഞ ഒരു വ്യക്തിയായി ജീവിക്കാം. എന്നുവെച്ചാൽ ലോക ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി ജീവിക്കാം. ഒന്ന് ദൈവത്തിൻ്റെ അരൂപി, ദൈവസ്നേഹം കൊണ്ട് ദൈവത്തെ കൂട്ടുപിടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ജീവിക്കാം. ഫോർ എക്സാമ്പിൾ, സിസ്റ്റർ പറയുന്നതാണ്, സിസ്റ്ററിൻ്റെ ഒരു ആശയം. വള്ളം കണ്ടിട്ടുണ്ടല്ലോ, വള്ളം ചേട്ടന്മാരൊക്കെ തുഴഞ്ഞു പോയി കടലിൽ പോയി അല്ലെങ്കിൽ കായലിൽ പോയി മീൻ പിടിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതം നമ്മൾ തന്നെ ഏറ്റെടുത്ത് നമ്മൾ തന്നെ ഇങ്ങനെ തുഴഞ്ഞ് നമ്മൾ അക്കരക്കരയിൽ എത്തിപ്പിക്കാം. രണ്ടാമത്തത് വിചാരിക്കുക, നമ്മുടെ ആ വള്ളത്തിൽ, ചെറിയ വള്ളത്തിൽ ഒരു മോട്ടർ വെച്ചാൽ എന്നായിരിക്കും സ്ഥിതി? ഏതായിരിക്കും കൂടുതൽ ഫാസ്റ്റിൽ പോകുന്നത്, കൂടുതൽ സാധ്യതയുള്ളത്, സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നത് ഏതിലാണ്, കൂടുതൽ സുഖവും സൗകര്യമൊക്കെ ഉള്ളത് ഏതാ? എഞ്ചിൻ പിടിപ്പിച്ചതാ അല്ലേ? അപ്പോൾ ഇതുപോലെ ഒരു എഞ്ചിനാണ് പരിശുദ്ധാത്മാവ്. പുറമേ ഒരു പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. അത് ചലിക്കുന്നതും ചലിപ്പിക്കുന്നതും ഉള്ളിലാണ്. ഓക്കെ, അവിടെ ഹൃദയത്തിലാണ്. ഇതുപോലെ എഞ്ചിനായിട്ട് പരിശുദ്ധാത്മാവായി നമുക്ക് എടുക്കാം. നമ്മുടെ വള്ളത്തിലെ ഒരു സ്പെഷ്യൽ മോട്ടോറായി പരിശുദ്ധാത്മാവ് മാറട്ടെ. ഇനി രണ്ടാമത്തെ ഉദാഹരണം വിചാരിക്കുക, കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ട്രിപ്പിൽ പോകുമ്പോൾ നമ്മുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമുക്ക് ഡ്രൈവറാകാം, ഡ്രൈവിംഗ് സീറ്റിലിരിക്കാം. രണ്ടാമത്തത് പാസഞ്ചറായി നമുക്ക് ഏതെങ്കിലും സൈഡ് സീറ്റിലോ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ബസ്സിനകത്ത് ചൂസ് ചെയ്യാം. ഏതായിരിക്കും കൂടുതൽ സുഖം? ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത്, ഉറങ്ങാൻ പറ്റുന്നത്, കളിക്കാൻ പറ്റുന്നത്, DJ ചെയ്യാൻ പറ്റുന്നത്, തമാശ പറയാൻ പറ്റുന്നത്, സിനിമ കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റുന്നത് ഏതായിരിക്കും? സൈഡ് സീറ്റിലിരിക്കുന്നതായിരിക്കും അല്ലേ? ഇനി ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ആൾ കുറച്ചുകൂടി ജാഗ്രത വേണം. വണ്ടിയെപ്പറ്റി നല്ല ക്ലിയർ ഐഡിയ ഉണ്ടാകണം. ബ്രേക്കും ക്ലച്ചും ആക്സിലറേറ്ററിനെ പറ്റി നല്ല ധാരണയുണ്ടായിരിക്കണം. സ്റ്റിയറിംഗ് കൺട്രോൾ ഉണ്ടായിരിക്കണം. മിറർ ശ്രദ്ധിക്കണം. പുറകെ നിന്ന് വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കണം. വളവ് തിരിവ്, അങ്ങനെ പല 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 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഉറങ്ങാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഇതുപോലെ പ്രിയമക്കളെ, നമ്മുടെ ജീവിതം ഒരു വണ്ടിയോട്ട് ഉപമിച്ച് ആ വണ്ടിയിലെ ഡ്രൈവിംഗ് സീറ്റിൽ നമ്മളിരുന്നാൽ ചിലപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് ഏതെങ്കിലും ഗട്ടറിലൊക്കെ കൊണ്ടിട്ട് പഞ്ചറടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതെ നമ്മുടെ ജീവിതത്തിൻ്റെ കൺട്രോള് അല്ലെങ്കിൽ ഡ്രൈവിംഗ് സീറ്റ് നമുക്ക് പരിശുദ്ധാത്മാവിനെ ഇരുത്താം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ വണ്ടിയെ സൂക്ഷ്മതയോടെ കൃത്യമായി എത്തേണ്ട സ്ഥലത്ത് നമ്മളെ എത്തിക്കും. ഈ ലോകം മാത്രമല്ല, നമുക്കപ്പുറം ഒരു ദൈവത്തോട്, നമ്മളെ ജനിപ്പിച്ച് നമ്മളെ മെനഞ്ഞെടുത്ത ദൈവത്തിനോടൊപ്പം നമുക്കൊരു ജീവിതമുണ്ട്. അതുവരെ നമ്മളെ എത്തണം. അതുവരെ എത്താൻ ഒരു ലോകത്തിൻ്റെ അരൂപിക്ക് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ പ്രിയമക്കളെ, പെന്തക്കോസ്റ്റിന് നമ്മൾ ഒരുങ്ങുവാണല്ലോ. നമുക്ക് ആഗ്രഹിക്കാം, 1000 തവണ ഒരു ദിവസം നമുക്ക് പറയാം, പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ, ഉച്ചി തൊട്ട് ഉള്ളങ്കാല് വരെ എന്നെ ചലിപ്പിക്കണമേ, എന്നെ നിയന്ത്രിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ കോട്ട കെട്ടി, അഗ്നി കൊണ്ടുള്ള കോട്ട കെട്ടി എന്നെ സംരക്ഷിക്കണമേ. അപ്പം ഈശോയുടെ നാമത്തിൽ ഒന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ, പരിശുദ്ധാത്മാവ് അതുകൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിച്ചൂടെ? ഈശോ പറയുന്നില്ലേ, മത്തായി 11:28, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതുപോലെ യേശയ്യ 64:4 കാണും, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന മറ്റൊരു ദൈവത്തെ പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രമാത്രം ശ്രേഷ്ഠമായ ഒരു ദൈവം നമ്മുടെ അടുത്തേക്ക് വരാൻ, നമ്മളെ ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോൾ, സ്നേഹിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മൾ നിരസിക്കണം?
അപ്പം മക്കളെ നമുക്ക് ഉഷാറായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ച് ആ മാന്യനായ ശക്തി മാത്രമല്ല ഒരു വ്യക്തിയായ ആ ദൈവത്തെ ചേർത്ത് പിടിച്ച് ആത്മാവ് കൊണ്ട് നിറഞ്ഞ ആത്മാവ് ചലിപ്പിക്കുന്ന ഒരു വ്യക്തിയായി മാറാം. ഈശോ അനുഗ്രഹിക്കട്ടെ.